ഹലോ, നമസ്കാരമുണ്ട്. ഞാൻ ശാന്തകുമാരി, കുവൈറ്റാണ്. എനിക്കൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. മീഡിയയിൽ നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ കേരളമല്ല, നമ്മളുടെ ലോകത്തെ എല്ലാവരും കൈകോർത്ത് പിടിച്ച് നടക്കേണ്ട ഒരു സമയമാണ്. മേപ്പാടിയിലും ചൂരമലയിലും എല്ലാം ഈ അപകടം സംഭവിച്ചതിൽ ഒരാഴ്ച 3-4 ദിവസമായി ഞാനും ഇവിടെ ഭയങ്കര സങ്കടത്തിലാണ്. എന്തൊക്കെയൊക്കെയോ ചെയ്യണമെന്ന് എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ഒന്നുമില്ലാത്തവളായിപ്പോയി. എന്ത് ചെയ്യാനാണ്? ഒരു കാര്യം, ഒന്നും സഹായിക്കാനില്ലെങ്കിലും എല്ലാവരെയും സമാധാനിപ്പിക്കാനുള്ള വാക്കെങ്കിലും നമ്മൾ മീഡിയയിൽ, നമുക്കിതൊരു സൗകര്യമുണ്ട്. പണ്ട് നമ്മൾക്കതൊന്നുമില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ കരഞ്ഞിരിക്കുക എന്നല്ലാണ്ട് വേറെ വഴികളൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ജാതി, മതം ഈ ഈ ഭൂമിയിൽ ഇപ്പം നടന്നിരിക്കുന്ന സംഭവ സ്ഥലത്തെ ജാതി നോക്കിയാണോ വന്നിരിക്കുന്നത്? ഒരിക്കലുമല്ല. പള്ളി, അമ്പലം, മുസ്ലിം പള്ളി, ക്രിസ്ത്യൻ പള്ളി, അമ്പലങ്ങൾ, സ്കൂളുകൾ, വീടുകൾ, ജനങ്ങൾ എല്ലാം തകർന്നു പോയി. ഇതൊന്നും ആരും ജാതി നോക്കിയോ പാർട്ടി നോക്കിയോ അല്ല ദൈവത്തിൻ്റെ മുന്നിൽ നടക്കുന്ന കാര്യങ്ങൾ. നമ്മൾ ഒരുപാട് അഹങ്കരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്നത്. മനുഷ്യന് കുറേ പൈസ ഉണ്ടാകുമ്പോൾ, കുറേ സമ്പത്തുകൾ ഉണ്ടാകുമ്പോൾ അഹങ്കാരങ്ങൾ വരും. ഞാനാണ് എന്നുള്ള ഒരു അഹങ്കാരം. ആ അഹങ്കാരമാണ് ഭൂമി ദേവിയെ ഒരുപാട് പട്ടാമ്പി പാലത്തിൻ്റെ അടിയിൽ കൂടെ പോകുന്ന എന്തെല്ലാം വൃത്തികെട്ട സാധനങ്ങളാണ് ആ വെള്ളത്തിൽ കൂടെ പോകുന്നത്, എന്തെല്ലാം അക്രമങ്ങളാണ് നടക്കുന്നത് നമ്മളുടെ അവിടെയൊക്കെ. അതുകൊണ്ട് ഭൂമി ദേവിക്ക് സഹിക്കാൻ പറ്റാതെ, അതായത് ഒരമ്മയ്ക്ക് സഹിക്കാൻ പറ്റാത്ത എല്ലാതും ഇന്ന് ഭൂമി ദേവി സഹിച്ച് ഭൂമി ദേവിക്ക് ക്ഷമ കെട്ടുപോയി. അതുകൊണ്ടാണ് ഈ പ്രകൃതി ഇത്രയും കോപിച്ചിരിക്കുന്നത്, ഇത്രയും മഴ പെയ്യുന്നത് എന്നല്ല. ഞാൻ ദൈവികമായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ. അത് സത്യമാണ്. ഭൂമി ദേവി കോപിച്ചിരിക്കുകയാണ്. ഒന്നാമത്തത് കലികാലമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്. മനുഷ്യൻ പരസ്പരം സ്നേഹിക്കുക, ജാതി നോക്കരുത്, മതം നോക്കരുത്, പരസ്പരം സ്നേഹിക്കുക. എനിക്ക് ഇന്നവിടം വേണം, എനിക്ക് ഏതൊരു കോളേജിൽ പറയുന്നത് കേട്ട് റൂം വേണമെന്ന്. ഒരു ദൈവത്തിന് വിളിക്കാൻ ഒരു റൂമിൻ്റെയും ആവശ്യമില്ല. നടക്കുമ്പോൾ വിളിക്കുക, ഇരിക്കുമ്പോൾ വിളിക്കുക, ഉറങ്ങുമ്പോൾ വിളിക്കുക, എപ്പോൾ വേണമെങ്കിലും വിളിക്കുക. കാരണം ദൈവത്തെ വിളിക്കുന്നതിന് സമയം, നേരം, സ്ഥലം ഒന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും വിളിക്കുക. കാരണം നാളെ നേരം വെളുത്താൽ നമ്മളുണ്ടോ, ഇല്ലെങ്കിൽ അടുത്ത നിമിഷം ഞാൻ ഈ ചാനലിൽ ഇടുന്നതിന് എനിക്ക് അടുത്ത നിമിഷം പറയാൻ ഞാൻ ഉണ്ടാവുമോ എന്ന് പോലും എനിക്കറിയില്ല. അതുകൊണ്ട് ദൈവത്തിനെ വിളിക്കാൻ വേണ്ടി ജാതികളെയും മതത്തിനെയും പറഞ്ഞ് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടാതെ നല്ലതായിട്ട് ഇതാവണം. നമ്മുടെ എന്താണ് ഈ ഒരു നേതാവ് എന്ന് പറയുന്നത്, അടുത്ത തലമുറ, നമ്മളുടെ ഈ ലോകം, ഇന്ത്യ കാണാൻ പോകുന്നത് നമ്മളുടെ ഗാന്ധിജിനെ ആയിരിക്കും. ഗാന്ധിജിനെക്കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ, എനിക്ക് അനുഭവങ്ങളൊന്നും അറിയില്ല, കേട്ടിട്ടേ ഉള്ളൂ. നമ്മുടെ രാഹുൽ ഗാന്ധി അടുത്ത ഗാന്ധിജിയായി പിറക്കുകയാണ്. കാരണം ഏതെങ്കിലും ഒരു മന്ത്രി ഇതുപോലെ പോയിട്ട്, ഞാൻ പറയുന്നത് തെറ്റാണെന്ന് ചിന്തിക്കരുത്, ഒരു മനുഷ്യൻ, ഞാൻ ഒരു രാഹുൽ ഗാന്ധിനെ ഒരു മനുഷ്യനായിട്ട് കാണുന്നു. പാർട്ടി വേണ്ട, കോൺഗ്രസ്സോ മറ്റുള്ളതോ ഒന്നും വേണ്ട. ഒരു മനുഷ്യൻ, ഇതുപോലെ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു മനുഷ്യൻ ഇതുപോലെ ആര് പോയിട്ട് ചെയ്യുന്നത് ഒന്ന് കാണുന്നില്ലേ? അപ്പോൾ നമ്മുടെ ഇന്ത്യക്ക് അടുത്ത ഒരു ഗാന്ധിജിയെ കിട്ടുകയാണ്. ആ മനുഷ്യന് ദീർഘായുസ് കൊടുക്കട്ടെ. എല്ലാവരെയും സമാധാനിപ്പിക്കാൻ ആ മനുഷ്യൻ ദൈവം ദീർഘായുസ് കൊടുത്ത് കാത്ത് രക്ഷിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം. പിന്നെ ഹാഷ്മി പറഞ്ഞു എന്ന് പറഞ്ഞ് ദുബായിൽ നിന്ന് ഒരാളൊരു ന്യൂസ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇപ്പോൾ ഗൾഫിലിരിക്കുന്നവർ
എല്ലാവരും സിനിമാ നടന്മാർ, കോടീശ്വരന്മാരെല്ലാം കോടികൾ കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലത്തെ ഒരു വെള്ളപ്പൊക്കം വന്നതിൽ ഒരമ്മ 2 ആട് വിറ്റ് പൈസ കൊടുത്തു, ഒരു കുട്ടി ഉണ്ടിയെ പൊളിച്ച് പൈസ കൊടുത്തു. അങ്ങനെ പല പല ആൾക്കാരും, ഒന്നുമില്ലാത്തവർ പോലും അവരവരിൻ്റെ ചെലവിന് വെച്ച പൈസ വരെയാണ് നമ്മൾ ഈ നിധിയിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് ജനങ്ങൾ. അതേപോലെ തന്നെയാണ് ഇല്ലാത്തവർ വരെ നല്ല മനസ്സുള്ള ആൾക്കാർ കൊടുക്കുന്നത്. അതിന് അർഹതപ്പെട്ടവരിൻ്റെ കൈകളിൽ എത്തണം എന്നാണ് ഹാഷ്മി പറഞ്ഞത്. അല്ലാതെ ഹാഷ്മി സഹായനിധി ഫണ്ടിലേക്ക് കൊടുക്കരുത് എന്നല്ല പറഞ്ഞത്. അതായത് നമ്മൾ കൊടുക്കുന്ന പ്രവാസികളായാലും ഏത് നാട്ടിലിരിക്കുന്നവരെ സഹായിക്കുന്നതും അതിന് അർഹതപ്പെട്ടവരിൻ്റെ കൈകളിൽ ആ സഹായം എത്തണം എന്നാണ് ഹാഷ്മി പറഞ്ഞത്. അല്ലാതെ സഹായനിധിയിലേക്ക് കൊടുക്കണമെന്നല്ല. അപ്പോൾ ദുബായിലത്തെ ആൾ ഒന്നാലോചിക്കണം, എല്ലാവരും കൈകോർത്ത് പിടിക്കുന്നത് ആ നാടിനെ നമ്മൾ രക്ഷപ്പെടുത്തണം. അത് നമ്മളുടെ ഒരു കടമയാണ്, ശരി തന്നെയാണ്. പക്ഷേ അത് ഇങ്ങനെ കൊടുത്തിട്ട് മറ്റുള്ള ആൾക്കാർ ഒന്നും ചെയ്യാതെ മേലനങ്ങാതെ അന്യൻ്റെ പൈസ തിന്നണം എന്നുദ്ദേശിക്കുന്നതാണ് ഹാഷ്മി എടുത്ത് കാണിച്ചത് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ വന്നതിൽ. അതേപോലെ ഈ വെള്ളപ്പൊക്കത്തിൽ അർഹതപ്പെട്ട മനുഷ്യരിൻ്റെ കൈകളിൽ അത് പോയി എത്തിച്ചേരണം. ഈ സഹായിക്കുന്നവരിൻ്റെ എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് പൈസ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ആ ഓരോ പൈസയും ഓരോ അർഹതപ്പെട്ടവരിൻ്റെ കൈകളിലും പോയി എത്തിച്ചേരണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. അതുകൊണ്ട് എല്ലാവരും സ്നേഹത്തോടു കൂടിയിട്ട് ഇനിയുള്ള ജീവിതം നല്ലതിന് വേണ്ടി മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുക. അപ്പോൾ നമ്മൾക്ക് ഒരു സമാധാനം മനസ്സിന് കിട്ടും. അല്ലാതെ നമ്മൾക്ക് ഒന്നും നേടാനില്ല. എന്തെല്ലാം ആൾക്കാർ കരുതി കൂട്ടി വെച്ചത് നിമിഷ നേരം കൊണ്ട് പോയി. അതിലൊരു സത്യഭാമ എന്ന് പറയുന്ന ഒരു സ്ത്രീ പറയുന്നത് കേട്ടു, രാത്രി ഇറങ്ങി ഓടിയപ്പോൾ 3 ആനകളിൻ്റെ നടുക്കിൽ പെട്ടു എന്ന് പറഞ്ഞു. അതിലെ ഒരാന അവരിൻ്റെ മുന്നിൽ നേരം വെളുക്കുന്നവരെ കാത്തു നിന്നു എന്നാണ് പറയുന്നത്. ആ മൃഗത്തിൻ്റെ ബുദ്ധി പോലും കാണിക്കാത്ത എത്രയോ മനുഷ്യർ നമ്മുടെ ലോകത്തിലുണ്ട്. അതാണ് പറയുന്നത്. ഇന്നത്തെ കാലത്ത് മനുഷ്യരിനെക്കാളും നല്ലത് മൃഗങ്ങളാണ്. അവർ നാട്ടിൽ വന്ന് നശിപ്പിക്കുന്നു പറയുന്നു. അവർക്ക് കാട്ടിൽ ഭക്ഷിക്കാൻ ഭക്ഷണമില്ലാത്തത് കൊണ്ടാണ് നാട്ടിലിറങ്ങുന്നത്, വെള്ളം കിട്ടാത്തത് കൊണ്ടാണ് വെള്ളം കുടിക്കാൻ ഇറങ്ങുന്നത്. അപ്പോൾ മനുഷ്യനായിട്ട് ജീവിക്കണം. അതിൽ ജാതിയോ മതമോ പാർട്ടിയോ കൊടികളിൻ്റെ നിറമോ ഒന്നുമില്ല. മനുഷ്യനാവണം. അതാണ്. അപ്പോൾ ഓക്കെ, ബൈ.